ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായൊരു വീഡിയോ ആണ്. എല്ലാവരെ സംബന്ധിച്ചും ഇതിനെപ്പറ്റി ഞാൻ ഇന്ന് പറയുന്നതിനെ പറ്റി വ്യക്തമായി അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്. വേറൊന്നുമല്ല, നാർസിസ്റ്റിൻ്റെ ഒരു ബിഹേവിയർ ഉണ്ട്, ഒരു പെരുമാറ്റമുണ്ട്. അത് എനിക്കൊക്കെ വലിയ പേടിയാണ്. അതായത് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നാർസിസ്റ്റിനെ ഭയക്കുന്നതും അവരൊരിക്കലും അടുക്കാൻ പറ്റാത്തതും ഈ ഒരൊറ്റ സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ നാർസിസ്റ്റിൻ്റെ ഏറ്റവും ഡേഞ്ചറായ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയും ഇതാണ്. അതേതാണ്? യെസ്, അക്കൗണ്ടബിലിറ്റി അല്ലാത്തത്. അതായത് താൻ ചെയ്ത തെറ്റിൻ്റെയോ കുറ്റങ്ങളുടെയോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരിക്കുക. എല്ലാ തെറ്റിൻ്റെയും സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇതാണ്. താനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഒരിക്കലും അവർ ഏറ്റെടുക്കില്ല. എങ്ങനെ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം? സകലമാന കുഴപ്പങ്ങൾ ഇതുകൊണ്ടാണ് വരിക. അതായത് ഒരാൾ ഒരു തെറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്തു, അത് ജെന്യൂനായി സത്യസന്ധമായി അംഗീകരിച്ചു, തിരുത്തി, പ്രശ്നം തീർന്നു. പിന്നെ അംഗീകരിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമില്ലേ? ഇതല്ല, ഒരു തരത്തിലും അവർ തെറ്റിനെ അംഗീകരിക്കില്ല. നമ്മൾ പെട്ടെന്ന് നാർസിസ്റ്റിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തന്ത്രം കൂടിയാണ് അവർ തെറ്റിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്തുള്ള ഒരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത്, ആ സ്ത്രീയുടെ ഹസ്ബൻഡ് ഒരുപാട് വർഷമായിട്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട്. വേറെ സ്ത്രീയുമായിട്ട് ശാരീരികമായ ബന്ധമടക്കം എല്ലാം ഉണ്ട്. അതിൻ്റെ വ്യക്തമായ തെളിവ് ഓഡിയോസ് അടക്കം ഇവരുടെ കയ്യിലുണ്ട്. അങ്ങനെ വീട്ടുകാരൊക്കെ അറിയിച്ചു. അവസാനം ഇവർ വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഹൂവറിങ്ങുമായിട്ട്, സ്നേഹവുമായിട്ട് ആര് വന്നു? ഹസ്ബൻഡ് വന്നു. കാല് പിടിക്കൽ, മാപ്പ് പറയലൊക്കെ. അപ്പോൾ അവസാനം എന്ത് ചെയ്തു? വീട്ടുകാരൊക്കെ പറഞ്ഞു, ഒരു അവസരം കൂടി കൊടുക്ക്, സംഭവിച്ചതല്ലേ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഈ സ്ത്രീ അവസരം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ആ സ്ത്രീക്ക് അപ്പോഴും പേടിയാണ്, ഇനി ഇയാളെ വിശ്വസിക്കാൻ സാധിക്കുമോ? ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു, ഇത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും സംസാരിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ ആളല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടാവും. ഇനി അത്തരം പ്രവൃത്തിയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ്. എന്നാൽ ഞാൻ ഈ വ്യക്തിയോട് സംസാരിച്ചു. ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റാണ് സംസാരിച്ചത്. ഈ 1 മണിക്കൂറും 5 മിനിറ്റും ഇവർ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ വൈഫ് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എനിക്കതില്ല, ഇതില്ല, മറിച്ചതില്ല എന്നൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അവസാനം ഗതികെട്ട് ഞാൻ ചോദിച്ചു ഈ കാര്യം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, അതൊരു പ്രാവശ്യം സംഭവിച്ചു പോയി, അപ്പോൾ അതിൽ വിഷയമൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫ്രണ്ട്ഷിപ്പിന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴേതായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ ഇയാൾ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുത്തില്ല. അതായത് ഇയാളുടെ തെറ്റ് ഏറ്റെടുത്തിട്ടില്ല. അതൊരു തെറ്റായിട്ട് അയാൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചു? അതാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന്, ഈ തെറ്റ് അക്കൗണ്ടബിലിറ്റി അല്ലാത്തതുകൊണ്ട്, അതായത് തങ്ങൾ ചെയ്ത പ്രവർത്തനം മോശമാണെന്ന് അംഗീകരിക്കാത്തതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, അതിനെ മിനിമൈസ് ചെയ്യും, നിസാരവൽക്കരിക്കും. നിങ്ങൾ എല്ലാ നാർസിസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാലും എത്ര വലിയ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർ പറയുന്നത്, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, അത് ഞാൻ മാത്രമല്ലല്ലോ, അത് വലിയ സംഗതിയാക്കണോ, അതൊരിക്കൽ സംഭവിച്ചതല്ലേ, അതിന് ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് എന്ന രീതിയിൽ നിസാരവൽക്കരിക്കും. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ തെറ്റിനെ ഞാൻ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത് ഡയറക്റ്റ് തന്നെ ഡിനൈൽ ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല. തെളിവോടുകൂടി ഹാജരാക്കുമ്പോഴും അവർ അംഗീകരിക്കില്ല, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, അതൊക്കെ ആണ്. ഇപ്പോൾ ഒക്കെ വന്നല്ലോ, ആണ്, മോർഫിംഗ് ആണ്, മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് അംഗീകരിക്കില്ല. ഒരു തരത്തിലും തെറ്റംഗീകരിക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കും. സുഹൃത്തുക്കളിലേക്കോ അല്ലെങ്കിൽ വിക്ടിമിലേക്കോ ബ്ലെയിം ഷിഫ്റ്റോ പ്രൊജക്ഷനോ നടത്തും. അതോടെ അവർ സേഫാവും. ഇവളിങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെ പെരുമാറിയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് ആ സംഭവത്തെ ട്വിസ്റ്റാക്കി മാറ്റും. ഒറ്റടിക്കത് സംഭവമല്ലാതാക്കി മാറ്റും. നാലാമത്തത് ന്യായീകരിക്കും, നല്ലോണം ന്യായീകരിക്കും. അതിപ്പോൾ എന്താ സംഗതി, അത് വലിയ സംഗതിയൊന്നുമല്ല, അതിനെ വലിയ സംഗതി ആക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. വളരെ ഭംഗിയായിട്ട് ഉദാഹരണ സഹിതമൊക്കെ ന്യായീകരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണ്? ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ വിക്ടിമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവരോട് എതിരിടുന്ന ആളെ സംബന്ധിച്ച് ഈ തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചത് തെറ്റല്ല. എന്നാൽ വേറെ സംഗതി നോക്കണേ, ഇത്തരം പ്രവൃത്തികൾ വരും മാക്സിമം മറച്ചു വെക്കാൻ ശ്രമിക്കും. കാരണം അവർക്കറിയാം, പൊതു സൊസൈറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് തെറ്റാണ്. ഉദാഹരണം പറയാം, അവിഹിതം പുറത്തെറിഞ്ഞാൽ നാണക്കേടെന്ന് ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഇവർ രഹസ്യമായി വെക്കുന്നത്. പിന്നീട് എപ്പോഴും അറിയുന്ന സമയത്താണ് ഈ തന്ത്രങ്ങളൊക്കെ പയറ്റുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും വിക്ടിം അനുഭവിക്കുന്ന ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഒരു ക്ലോഷർ കിട്ടൂല. അതായത് ഒരു പ്രശ്നത്തിന് പരിഹാരം കിട്ടൂല. എപ്പോഴാണ് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുക? അവിടെ ഒരു പ്രശ്നമുണ്ട് എന്നും അത് അവിടെ ഉള്ള ആൾക്കാർ അംഗീകരിക്കുമ്പോഴാണ് അതിന് പരിഹാരം ഉണ്ടാവുക. ഇത് പ്രശ്നമേ അംഗീകരിക്കുന്നില്ലല്ലോ, പിന്നെ പരിഹാരം എങ്ങനെ ഉണ്ടാവുക?
വിക്ടിമിനെ സംബന്ധിച്ച് ഞാനാണോ പ്രതി, ഞാനാണോ തെറ്റ്, എൻ്റെ ഈ പ്രവൃത്തി കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ഞാനല്ലേ മാറേണ്ടത്, ഇങ്ങനൊരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മാറ്റത്തിനുള്ള സാധ്യത അടയുന്നു. അതായത് ഇവരുടെ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മാറ്റം ഉണ്ടാക്കണമെങ്കിൽ തെറ്റംഗീകരിക്കണ്ടേ, തെറ്റംഗീകരിക്കാത്തടത്ത് എന്ത് മാറ്റമാണ് ഉണ്ടാവുക? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പൊതുവെ പറയുന്നത്, നിങ്ങൾ ആരുടെ കൂടെ ജീവിക്കുകയാണെങ്കിലും, എന്തിന് അസിസ്റ്റാണെങ്കിലും, എന്ത് കുന്തമാണെങ്കിലും അക്കൗണ്ടബിലിറ്റി ഇല്ലേ, അതായത് തെറ്റിനെ അംഗീകരിക്കുന്നില്ലേ, വ്യക്തമായ തെളിവോടുകൂടി പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും അംഗീകരിക്കുന്നില്ലേ, പിന്നെ ആ ബന്ധത്തിൽ നിൽക്കരുത്. ഓടി രക്ഷപ്പെടുക. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾ ഡ്രെയിൻ ഔട്ടാവും. അതായത് നിങ്ങൾ നശിച്ച് നാറാണക്കലെടുക്കും. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഇവരെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടും, ഇവരെ നന്നാക്കാൻ വേണ്ടിയിട്ടും, ഇവരെ ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടും, നിങ്ങൾ മൊത്തത്തിലൊന്ന് നല്ല രീതിയിൽ ഫാമിലി ആകാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രത്യേകം ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും അയക്കാൻ പറയാൻ കാരണം, നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊരാളടുത്തും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അക്കൗണ്ടബിലിറ്റി ഉള്ളവരാണോ, തെറ്റിനെ അംഗീകരിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കുക. അതിന് ലാസ്റ്റ് ഒരു പോയിൻ്റ് കൂടി പറയാനുള്ളത്, ചില ആൾക്കാർ തെറ്റിനെ അംഗീകരിക്കും വ്യക്തമായ തെളിവോടുകൂടി, ഒരിക്കലും തച്ച് തകർക്കാൻ പറ്റാത്ത തെളിവോടുകൂടി കാണിക്കുമ്പോൾ അംഗീകരിക്കും. പക്ഷേ അത് ആ സമയത്ത് അവർ അപ്പോളജീസ്, മാപ്പ് പറയും. ആ മാപ്പ് യഥാർത്ഥത്തിൽ മാപ്പായിരിക്കില്ല, ഒരു ഉടായ്പായിരിക്കും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ അങ്ങനെ ചെയ്തത് നിനക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് പറയാം. അതായത് ഒരിക്കലും ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ പ്രവർത്തിച്ചത് തെറ്റാണെന്നല്ല, മറ്റുള്ളവരുടെ ഫീലിങ്ങിന് തൽക്കാലം, മറ്റുള്ളവരുടെ വികാരത്തിന് മാപ്പ് പറഞ്ഞിട്ട് നല്ല മുങ്ങും. അവിടെ ഒന്നും നടക്കുന്നത് മാപ്പല്ല. മാപ്പ് എന്ന് പറയുന്നത് തിരുത്താൻ കാണിക്കുന്ന ഉത്സുക്യം. അതായത് ആ ഒരു തെറ്റിനെ അവർ അതിനുശേഷം തിരുത്താൻ അത്രയും ശ്രമം നടത്തുന്നുണ്ട്, അതിന് ശക്തമായ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയും കൂടിയാണ്. അല്ലാത്ത ഘട്ടത്തോളം വെറുതെ വാക്കുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ മാപ്പ് പറഞ്ഞല്ലോ. ചില ആൾക്കാരുണ്ട്, നമ്മൾ പറയുമ്പോൾ തന്നെ പറയും, ഞാൻ തെറ്റ് ചെയ്തു, സമ്മതിച്ചു, ഞാൻ മാപ്പ് പറഞ്ഞല്ലോ, എത്ര പ്രാവശ്യം പറഞ്ഞല്ലോ, പിന്നെ എന്തിനാ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? മാപ്പ് പറഞ്ഞു, പക്ഷേ ആ മാപ്പിനനുസരിച്ചുള്ള പ്രവൃത്തി കാണാത്തപ്പോഴാണ് ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഇൻസെക്യൂരിറ്റി ഉണ്ടാവുന്നതും ദേഷ്യപ്പെടുന്നതും കുറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാവുന്നത്. അതും ഇവർ ഉൾക്കൊള്ളൂല. അപ്പോൾ ഇവരെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇവർ മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം വ്യക്തികളോട് നിങ്ങൾ തർക്കിച്ച് സമയം കളയരുത്, വേഗം ഓടി രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് വഴി. നേരെ മറിച്ച് തെറ്റ് ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അത് തിരുത്താൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമം നടത്തുകയും ചെയ്യുന്ന ഒരാളെയും വിട്ടുകളയരുത്. അവർ മാണിക്യമാണ്, അമൂല്യമാണ്. ഏറ്റവും നല്ല മനുഷ്യനെ പറ്റി എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറയുന്നൊരു പോയിൻ്റ് ഇതായിരിക്കും, അവരുടെ തെറ്റ് ചെറുതാവട്ടെ വലുതാവട്ടെ അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അത് തിരുത്താനുള്ള ശ്രമം, അത് ചെറുതാവട്ടെ വലുതാവട്ടെ കഠിനമായ ശ്രമം നടത്തുകയും ചെയ്യുന്നവരാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. അപ്പോൾ ചില സമയത്ത് അവർക്ക് തെറ്റ് തിരുത്താൻ സാധിച്ചില്ലെങ്കിൽ അവർ തിരുത്താൻ വേണ്ടി എന്തൊക്കെ ഉപായങ്ങളുണ്ടോ അതിനു വേണ്ട ആൾക്കാരെ കാണാനോ എല്ലാം അവർ ശ്രമിക്കും. അപ്പോൾ അവരുടെ ശ്രമം കാണുമ്പോൾ നമുക്കറിയാം, കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, തൽക്കാലത്തേക്കല്ല, അത് ലോങ് ടേം ആയിട്ട് തന്നെ അവർ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇതൊരു ആത്മാർത്ഥതയുള്ള പ്രക്രിയയാണ് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാൽ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റും. വീണ്ടും കാണാം. നന്ദി.